സ്വാമിജി നമസ്കാരം. നമസ്കാരം. മഹാത്മാക്കളുടെ പൂർവാശ്രമത്തെക്കുറിച്ചും നദികളുടെ ഉത്ഭവത്തെക്കുറിച്ചും അന്വേഷിക്കരുതെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. എങ്കിലും സ്വാമിജിയുടെ ബാല്യകാലത്തെക്കുറിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമൊക്കെ അല്പം സംസാരിക്കാവോ? ഞാൻ ഒരു നദിയായിട്ട് ഒഴുകുന്നു. ആ വെള്ളം ദാഹമുള്ളവർ കുടിക്കുന്നു, മറ്റുള്ളവർ അതിനകത്ത് ഇറങ്ങി കുളിക്കുന്നു, മറ്റു ചിലർ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടും നമ്മളങ്ങ് ഒഴുകുന്നു, അത്ര തന്നെ. അമ്മയുടെ ദർശനം കിട്ടിയിട്ട് 2003 മീനമാസം 1-ാം തീയതി ദേവി ദർശനം കിട്ടി. 2009 ഷഡാധാരത്തോടു കൂടി ഈ കാണുന്ന ക്ഷേത്രം നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു. ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് നമ്മുടെ ഇടച്ചോറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാരണം താന്ത്രിക വിധി അനുസരിച്ചുള്ള പൂജകളൊന്നും ഈ ക്ഷേത്രത്തിലില്ല. കേരളത്തിൽ നിവേദ്യമില്ലാത്ത ഏക ക്ഷേത്രം. അതിലുപരിയായിട്ട് കാണിക്കവഞ്ചിയില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമായിട്ട് ഇടച്ചോറ്റ് ക്ഷേത്രം അറിയപ്പെടുന്നു. നമ്മുടെ ക്ഷേത്രം ദി ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളൊരു പുസ്തകത്തിൽ ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മിച്ചപ്പോഴും ഇപ്പോഴേ ശ്രീകോവിലിനോടനുബന്ധിച്ച് നമ്മൾ ബാലമുരുകൻ്റെ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ്. പിരിവുകളില്ലാതെയാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. പ്രധാന ശ്രീകോവിൽ പണിതപ്പോഴും നമ്മൾ പിരിവെടുത്തിട്ടില്ല, ഇപ്പോഴും പിരിവുകളില്ല. ഇവിടെ എത്തുന്ന പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഒരു കൂട്ടം ഭക്തരുടെ കൂട്ടായ്മയാണ് നമ്മുടെ ക്ഷേത്രത്തിന് മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ആ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഈ ക്ഷേത്രം ഇവിടെ വരുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജലക്ഷാമം, വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഏരിയ. അതുപോലെ റോഡ് ഇവിടെ ഇല്ലായിരുന്നു. അമ്മയുടെ ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും വെള്ളമുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും വെള്ളമുണ്ട്. റോഡ് ഇപ്പം ഒരുമാതിരി ഈ കുന്നിൻ്റെ മുകളിൽ എല്ലാ വീട്ടിലും വണ്ടി ചെലുത്തക്ക റോഡ് വാഹന സൗകര്യമായിട്ടുണ്ട്. അതൊക്കെ ഈ ക്ഷേത്രം വന്നതിന് ശേഷം ഈ നാടിൻ്റെ വികസനമാണ്. ബാലമുരുക ക്ഷേത്രം അമ്മയുടെ ആദേശപ്രകാരമാണ് എന്ന് സ്വാമിജി മുമ്പ് പറയുകയുണ്ടായിട്ടുണ്ട്. അമ്മ കൽപ്പിച്ചതനുസരിച്ചാണോ അതിൻ്റെയും നിർമ്മാണം നടക്കുക? തീർച്ചയായിട്ടും അമ്മയുടെ വാക്കുകളനുസരിച്ച് മാത്രമാണ് നിർമ്മാണം നടത്തുക. വേലാണ് പ്രതിഷ്ഠ. പഞ്ചലോകത്തിൽ വേലാണ് പ്രതിഷ്ഠ നടത്തുന്നത്. ക്ഷേത്ര ശ്രീകോവിലിൽ സാറിന് അറിവുള്ളതാണല്ലോ, പഞ്ചലോകത്തിൽ കണ്ണാടി പ്രതിഷ്ഠയാണ്. നമ്മെ തന്നെയാണ് ആരാധിക്കുക. ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് കുടികൊള്ളുന്നത് എന്നുള്ള ചിന്തയിൽ നാം നമ്മെ തന്നെ ആരാധിക്കേണ്ട രീതിയിലുള്ള കണ്ണാടി പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലും. ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സ്വാമിജിക്ക് സാധിക്കുന്നു? ഈ കാലഘട്ടത്തിൽ ആത്മീയത കൊണ്ട് തന്നെ പോകാൻ സാധ്യമാവില്ല. ഭൗതികത ഇല്ലാതെ ഞാനും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. ഭൗതികത ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഭൗതികതയിൽ നിന്നും ആത്മീയത വളരുന്നതിന് ഉപരിയായിട്ട് ആത്മീയതയിൽ നിന്ന് മുൻകൂട്ടം കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഭൗതികത ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇനി ഒരു പരമ്പരാഗത രീതിയിൽ, പാരമ്പര്യ രീതിയിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. അല്പം കൂടി കഴിയണം. ക്ഷേത്രത്തിൽ വെച്ച് നേദ്യവും വഴിപാടുകളും ഒന്നുമില്ല എന്ന് സ്വാമിജി മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇവിടെ അമ്മ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത് വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നത് എൻ്റെ നേദ്യമായിട്ട് കാണാനാണ്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ വഴിയോരങ്ങളിൽ കഴിയുന്ന ഭിക്ഷ യാചിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലെ കിടപ്പ് രോഗികൾക്കും വൃദ്ധസദനങ്ങളിലും ആഴ്ചയിൽ ഓരോ തവണ ഭക്ഷണം നൽകി പോരുന്നുണ്ട്. ഇന്നും അത് തുടർന്ന് വരുന്നു. അതുകൂടാതെ നിർദ്ധരായ രോഗികൾക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് സഹായം ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്.
പിന്നെ ആളുകൾക്ക് വനവാസ മേഖലകളിൽ കഴിയുന്ന അട്ടപ്പാടി, മൂഴിക്കൽ, ഇങ്ങനെ ശബരിമല സത്രം, ഇങ്ങനെയുള്ള ആദിവാസി മേഖലകളിൽ ഉൾവനങ്ങളിൽ കയറിപ്പോയി ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അവിടെയൊക്കെ ഉടുതുണി ഇല്ലാത്ത ആളുകളെയായിരുന്നു കാണാറുണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ. അതായത് വനത്തിൽ താമസിക്കുന്ന, അങ്ങനെ ഉൾവനത്തിൽ താമസിക്കുന്ന, ഞങ്ങൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഒരു 32 വയസ്സുള്ള ഒരു പെണ്ണ് 12 കുട്ടികളെയും കൊണ്ട് നടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പുറംലോകമായിട്ട് അവർക്ക് ബന്ധമില്ല. അവരവിടുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ മരത്തിൻ്റെ കായും ഇതൊക്കെ പറിച്ച് ഇഞ്ച, തേന, ഇതൊക്കെ ആയിരുന്നു അവരുടെ മുതൽക്കൊണ്ട്. അത് പുറത്ത് കൊണ്ട് വിറ്റ പൈസ കൊണ്ട് അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോന്നു. അവരെല്ലാം ഒരു പരിധി വരെ മനുഷ്യനുമായിട്ട് ഇടപെട്ട് പുറംലോകമായിട്ട് ബന്ധം പുലർത്തുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ MLA PC ജോർജ് MLA ആയിരുന്നപ്പം MLAയും കൊണ്ട് ഞാൻ വനത്തിൽ പോയി ഇവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇവരെല്ലാം നേരിട്ട് അദ്ദേഹം ബോധ്യപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇവർക്ക് വേണ്ടി സ്വാമി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, ശ്രേഷ്ഠം അതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് അവിടെ ചെന്നപ്പോൾ 14 കുടുംബക്കാർ അവിടെ പടുത കെട്ടിയതിൻ്റെ കീഴിലാണ് ഇവർ താമസിക്കുക. വെറുതെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി, പടുത അല്ല, പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി എൻ്റെ കീഴിലാണ് താമസിക്കുക. 14 കുടുംബക്കാരുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ച് 14 പേർക്കും വീട് വെച്ച് കൊടുത്തു. പക്ഷേ ഇവരിപ്പോഴും ആ വനത്തിനുള്ളിലാണ് കഴിയുന്നത്. വീട് ഫ്രീ ചുമ്മാ കിടക്കുകയാണ്, ആ അവസ്ഥയാണ്. അതിനുശേഷം നമ്മൾ ഓരോ വർഷവും ഈ വനവാസ മേഖലയിൽ പോകാറുണ്ടായിരുന്നു. ഇപ്പോഴവർ നാടുമായിട്ട് ബന്ധപ്പെട്ട് കഴിയാൻ ഒരവസരം ഉണ്ടായി. ഇതിൻ്റെ മൂല കാരണം നമ്മളാണ് എടുത്തു പറയാൻ എനിക്ക് പറ്റും. ആദ്യം തുടക്കം കുറിച്ച് നമ്മളാണ്. മാനവസേവയാണ് മാധവസേവ എന്ന ആപ്തവാക്യം പിന്തുടരുമ്പോഴും ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ, നവാഹം, പ്രതിഷ്ഠാദിനം, ഉത്സവം മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്താൻ സാധിക്കുന്നു? അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. പല സ്ഥലങ്ങളിൽ വരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുന്നു, ട്രസ്റ്റായിട്ട് രൂപീകരിച്ചുകൊണ്ട്. ഈ ട്രസ്റ്റിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു എല്ലാവരും കൂലിപ്പണിക്കാരാണ്. എന്നാൽ ആ കൂട്ടായ്മ മുഖാന്തരം ഈ പരിപാടികൾ വളരെ കേമമായിട്ട് നടക്കുന്നു. ഇവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തി ആ വർഷം മുതൽ 15 വർഷമായിട്ട് നവരാത്രി ദിനങ്ങളിൽ നവാഹയജ്ഞം നടത്തുന്നു. ഇവിടെ നവാഹയജ്ഞം നടത്താൻ വരുന്ന ആചാര്യന്മാർ പൈസ കാക്ഷിച്ചുകൊണ്ടല്ല വരുന്നത്. അവർക്ക് ഇവിടെ നവാഹം നടത്താനുള്ള അവസരം കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ ചുരുങ്ങിയ പണച്ചെലവിൽ കൂടുതൽ പേർക്ക് ആത്മീയത എന്ന ഒരു വസ്തുത കൊടുത്തുകൊണ്ട് പരിപാടികൾ നടത്തുകയാണ് ചെയ്യും. എല്ലാ വർഷവും വിദ്യാവിജയ പൂജയും കുട്ടികളുടെ പഠനോപകരണ വിതരണവും ഒക്കെ നടക്കുന്നതായി അറിഞ്ഞു. 22 വർഷമായിട്ട് നടക്കുന്നുണ്ട്. വിദ്യാവിജയ പൂജയിൽ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നമ്മൾ സൗജന്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. ഇത് കൂടാതെ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് സരസ്വതി ക്ഷേത്രമാകിയാൽ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകി വരുന്നുണ്ട്. അന്നദാനം മഹാദാനമായി കണ്ടുകൊണ്ട് 3 നേരം ഇവിടെ അന്നദാനം നടക്കുന്നതായി ഞങ്ങൾക്കറിയാൻ സാധിച്ചു. അന്നമാണല്ലോ ഏറ്റവും ശ്രേഷ്ഠം. അത് കൊടുക്കുമ്പോഴുള്ള തൃപ്തി മറ്റൊന്ന് കൊടുത്താലും കിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അത് 3 നേരവും നൽകി വരുന്നുണ്ട്. അമ്മയുടെ നിവേദ്യം എന്ന് പറയുന്നത്, വിശന്നിരിക്കുന്ന ഒരാൾക്ക് അന്നം കൊടുക്കുമ്പോൾ അവൻ്റെ വയറ് നിറയുമ്പോൾ അവൻ്റെ തൃപ്തി അമ്മയുടെ തൃപ്തിയായിട്ട് കാണുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ സ്വാമിജിയോടുള്ള നമസ്കാരം.